മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി തരാതെ തിരിച്ച് ഈ ഒരു ഏരിയ മാത്രമല്ല, ഇതിൻ്റെ ഈ ലോസ് ഇല്ലേ, ഈ ഒരു ലോ എടുത്താലും മേലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കൺസിഡർ ചെയ്യാം. ഈ ഏരിയയിലെത്തുന്നു, തിരിച്ച് മേലോട്ട് ട്രേഡ് നോക്കാം. അപ്പോൾ നാസ്ഡാക്ക് ഈ ഒരു 4 അവർ OB ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വീക്ക് നാസ്ഡാക്ക് എങ്ങനെയാണ് മൂവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഷോർട്ടിന് ചാൻസ് ഉണ്ട് എന്ന്. കാരണം എന്താ വെച്ചാൽ ഇത് ഓൾ ടൈം ഹൈയിൽ എനിക്ക് ട്രേഡ് എടുക്കാനേ ഒരു താല്പര്യമില്ല. നമുക്ക് മര്യാദയ്ക്ക് മാർക്ക് ചെയ്തിട്ട് പോകാൻ ഏരിയാസൊക്കെ കിട്ടുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഡെയിലി ചാർട്ട് തന്നെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരൊറ്റ റിട്രേസ്മെൻറ്റ് തന്നിട്ടില്ല, ഒരു ഇംബാലൻസും എടുത്തിട്ടുമില്ല. അപ്പം ഈ വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് 2 വീക്കിൻ്റെ ഉള്ളിൽ ഒരു റിട്രേസ്മെൻറ്റ് പ്രതീക്ഷിക്കേണ്ടതാണ്. നമുക്ക് വേറെ ഏതെങ്കിലും ഇപ്പം ഒരു ലോങ് വ്യൂവിലുള്ള ഏതെങ്കിലും സ്ഥലം ഉണ്ടോ നോക്കാം. 4 അവറിൽ പ്രത്യേകിച്ച് ഏരിയ ഒന്നുമില്ല. 1 അവർ എടുത്ത് നോക്കിയാൽ 1 അവറിൽ ഈ ഒരു ഏരിയ ഉണ്ട്, ഈ ഒരു OB ഉണ്ട്. ഓക്കെ, ഈ ഒരു OBയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു OBയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് ഈ ഒരു ഹൈ വരെ നമുക്ക് ട്രേഡ് നോക്കാം. ഞാൻ ഈ ഒരു OB എടുക്കാൻ കാരണം നമുക്ക് ഇവിടെ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ബ്രേക്ക് മാർക്ക് ചെയ്ത് തരാം. നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് കിട്ടി, ഒരു VOS കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പുതിയ എക്സ്റ്റേണൽ ഹൈയും ലോയും ഇതാണ്. ഇത് എക്സ്റ്റേണൽ ഹൈയും ഇതായിരിക്കും നമ്മളെ എക്സ്റ്റേണൽ ലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കാനാണ് ചാൻസ്. ഇനി നമുക്ക് ഞാനിപ്പോൾ ഈ ഒരു 1 അവർ OB പറഞ്ഞത് എന്താ പറയുക, ബൈ എൻട്രിക്ക് മാത്രമാണ്. ഈ ഒരു ഏരിയ വരെ നമുക്ക് ബൈ നോക്കാം. ഇനിയിപ്പോൾ ഷോർട്ടാണ് നോക്കണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാൻ കാത്തു നിൽക്കുക, എന്നിട്ട് തിരിച്ച് റിട്രേസ്മെൻറ്റ് വരുമ്പം താഴോട്ട് എൻട്രി നോക്കാം. ഓക്കെ, ഇനി അടുത്ത ചാർട്ട് നോക്കാം. അടുത്ത DXY എന്ന് പറയാം. DXY ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. കാരണം നമ്മൾ ട്രേഡ് DXY അല്ലല്ലോ എടുക്കുക, യൂറോയിലും GBPയിലുമാണ് ട്രേഡ് എടുക്കുക. ഓക്കെ, DXYൻ്റെ ഡെയിലി ചാർട്ട് നോക്കാം. DXY ഡെയിലി എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കറൻ്റ്ലി ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കിടന്ന് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു കൊണ്ട് നിൽക്കുന്നത്. ഇനി DXYയിൽ ഒരു താഴോട്ട് തന്നെയാണ്, ഒരു ബെയറിഷ്നെസ് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. നമുക്ക് എൻട്രി എങ്ങനെയാണ് കിട്ടുകയെന്ന് നോക്കാം. ആപ്പിൽ ചാർജും ഇല്ലല്ലോ. ഓക്കെ, 4 അവറിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഏരിയ ഉള്ളത് ഈ ഒരു 4 അവർ OB ആണ്. ഈ ഒരു 4 അവർ OBയും വേണമെങ്കിൽ ഈ FEG നോക്കാം. വെയിറ്റ് ചെയ്യാം. ഈ ഒരു ഏരിയയും നല്ലൊരു ഏരിയ ആണ് കേട്ടോ. ഈ ഒരു ഏരിയയും നല്ല ഏരിയ ആണ്. മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വന്നാൽ നമുക്ക് ഈ ഒരു എക്സ്റ്റേണൽ ലോ വരെ നോക്കാം. ഈ ഒരു ഏരിയയിലേക്ക് വന്നാലും ഈ ഒരു ലോ വരെ നോക്കാം. ട്രേഡ് എടുക്കേണ്ട പേസിൽ നോക്കി നോക്കാം. ഇനി യൂറോയിലൊന്നും നോക്കി നോക്കാം. ഞാൻ ഗോൾഡൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലാസ്റ്റിലേക്കാണ്. അപ്പം ഗോൾഡ് മാത്രം കണ്ട ആൾക്കാരാണെങ്കിൽ ആ ലാസ്റ്റ് ഭാഗം മാത്രം കണ്ടാൽ മതി. 4 അവറിൽ ഈ ഒരു OB ആണ്. ഈ ഒരു OBയിൽ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് മാർക്കറ്റ് ഈ ഒരു OBയിലെത്തുന്നു, തിരിച്ച് ഈ ഒരു സ്ഥലം വരെ നമുക്ക് ട്രേഡ് നോക്കാം. യൂറോയിൽ നമുക്ക് അത്യാവശ്യം മാർക്ക് ചെയ്ത ഏരിയാസിൽ തന്നെ അത്യാവശ്യം ട്രേഡ്സ് കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് വീക്ക്. ഓക്കെ, ലാസ്റ്റ് വീക്ക് ഈ ഒരു 4 അവർ FEG ആണ്, 4 അവർ ഓർഡർ ബ്ലോക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അവിടെ നിന്ന് അത്യാവശ്യം നല്ല എൻട്രി കിട്ടി. ഞാൻ ആ വീക്ക് ട്രേഡ് നിർത്തിയിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് ട്രേഡൊക്കെ കിട്ടിയപ്പോൾ തന്നെ വീക്ക്ലി ട്രേഡ് നിർത്തി വെറുതെ ഇരുന്നായിരുന്നു. ഓക്കെ,
ഞാൻ ഈ ട്രേഡിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ ഇങ്ങനെ ട്രേഡ് എടുത്തതെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് വീക്ക് ഈ ഒരു ഏരിയ ഞാൻ ട്രേഡ് ബ്രേക്ക് ഡൗൺ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല ഏരിയ ആണെന്ന്. അവിടുന്ന് അത്യാവശ്യം നല്ല എൻട്രി കിട്ടിയിട്ടുണ്ടാവും. മീൻസ് കണ്ടെടുക്കുന്ന ആൾക്കാരാണ് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് ബയസ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ഗോൾഡിൽ. റീസൺ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ലോ എടുക്കണം എന്ന് ഉണ്ടായിരുന്നു. ഈ ഒരു ലോൻ്റെ അടിയിൽ അത്യാവശ്യം നല്ല ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ആ ലോ എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. പിന്നെ ഇവിടെ ഇംബാലൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്കൊക്കെ വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് വന്നില്ല. ഈ ഒരു 4 അവർ ഒ ബിയിൽ വന്നിട്ട് മേലോട്ട് പോവുകയാണ് ചെയ്തത്. മേലോട്ട് പോവുക മാത്രമല്ല, ഈ ഒരു ഹൈയും ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാനുള്ള ചാൻസ് അപ്പിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യാണ്. ഇനി ഓൺലി ബൈ വ്യൂ ആണ് ഉണ്ടാവുക. ഷോർട്ട് വ്യൂ വരണമെങ്കിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യണം. ഇതാണ് നമ്മളെ പുതിയ എക്സ്റ്റേണൽ ലോ. ഓക്കെ, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഷോർട്ട് വ്യൂ നോക്കുള്ളൂ. അല്ലെങ്കിൽ ബൈ വ്യൂ തന്നെ. ബൈ വ്യൂ ഉള്ള ഏരിയാസ് നോക്കാം. നമ്മളെ പ്രീമിയം ഡിസ്കൗണ്ട് എടുക്കുക, വരയ്ക്കുക. ഇവിടെ 4 അവറിൽ പ്രത്യേകിച്ച് ഏരിയൊന്നുമില്ല. പക്ഷേ ഇവിടെ 4 അവറിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് നോക്കാം. ഈ ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ ഈ ഒരു 4 അവർ ഓർഡർ ബ്ലോക്കിൽ നിന്ന് ട്രേഡ് നോക്കാം. 1 അവർ നോക്കാം. ഓക്കെ, 1 അവർ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു 1 അവർ ഒ ബി ഉണ്ട്. ഇതും നമ്മൾ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിൽ തന്നെയാണ്. നല്ലൊരു ഏരിയ ആണ്. ഇവിടുന്ന് നമുക്ക് റിവേഴ്സൽ ഇട്ടിക്കഴിഞ്ഞാൽ എടുക്കാം. ഇവിടുന്നും റിവേഴ്സൽ ഇട്ടിക്കഴിഞ്ഞാൽ എടുക്കാം. പിന്നെ ഈ ഒരു ലോ സ്വീപ്പ് ചെയ്തിട്ടും മാർക്കറ്റ് മേലോട്ട് പോവാട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കി വെക്കുക. പിന്നെ എവിടം വരെ ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞില്ലല്ലോ. നമുക്ക് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ഹൈ വരെ ട്രേഡ് നോക്കാം. സെയിം സെറ്റപ്പ് തന്നെ ഇവിടെ നമുക്ക് ഇത് തരാതെ ഈ ഒരു ലോ എടുത്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു 4 അവർ ഓർഡർ ബ്ലോക്കിലേക്ക് വന്നിട്ടാണ് മാർക്കറ്റ് റിവേഴ്സൽ തരുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈ വരെ ടാർഗറ്റ് ചെയ്യാം. നിങ്ങൾ ഈ ഒരു ഹൈ വരെ കംപ്ലീറ്റ്ലി ടാർഗറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് ഇപ്പം 2-3 ട്രേഡായിട്ടും ഈ ഹൈ വരെ ടാർഗറ്റ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടും ചെറിയൊരു 1:3 എൻട്രി, പിന്നെ റിട്രേസ്മെൻറ്റ് ഇട്ട സമയത്ത് ഈ ഒരു ഏരിയയിൽ നിന്ന് തിരിച്ചൊരു 1:2 അങ്ങനെ എൻട്രി എടുത്ത് 2-3 എൻട്രിയിൽ ഈ ഒരു ഫുൾ ഏരിയ കവർ ചെയ്യാം. അല്ലെങ്കിൽ ഒറ്റ എൻട്രിയിലും കവർ ചെയ്യാം. ഒറ്റ എൻട്രിയിൽ കവർ ചെയ്യുന്നത് കുറച്ച് റിസ്ക് ആണ്. മീൻസ് ഡേ ട്രേഡേഴ്സിനും റിസ്ക് ആണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ട്രേഡ് എടുക്കാറില്ല. മീൻസ് ഈ ഒരു ലോന്ന് ഈ ഒരു ഹൈ വരെ ട്രേഡ് നോക്കാറില്ല. 2-3 ട്രേഡ് സെറ്റപ്പാണ് നോക്കുക. ഇനി അടുത്തത് GBP നോക്കാം. ഓക്കെ, GBP നമ്മൾ ഈ ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ നിന്ന് റിവേഴ്സിൽ കയറുന്നു. പക്ഷേ ആ ഏരിയയിൽ നിന്ന് ഇനി റിവേഴ്സിൽ നോക്കണ്ട, ഡിലീറ്റ് ചെയ്തേക്കാം. ഓക്കെ, GBP ഈ ഒരു ഏരിയ വരെയൊക്കെ എത്തും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. ഈ ഒരു ലോ എടുക്കുമെന്നും പ്രതീക്ഷിച്ചു. പക്ഷെ നമുക്ക് ഒന്നും കിട്ടിയില്ല. ഒരു സ്ട്രക്ചർ ബ്രേക്കും കിട്ടി. ഇപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു. ഇനി യൂറോയിലുള്ള സെയിം സിനാറിയോ ആണ്. ഒരു അപ് ട്രെൻഡാണ് നോക്കുന്നത്. ഡൗൺ ട്രെൻഡ് ട്രേഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യണം. അപ് ട്രെൻഡ് ട്രേഡ് നോക്കുന്ന ഏരിയാസ് 4 അവർ ഈ ഒരു 4 അവർ OB തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് 1 അവർ എടുത്ത് നോക്കാം. 1 അവറിൽ എവിടെയും കൊണ്ടുപോകുന്നു. 1 അവറിൽ റെസിസ്റ്റൻസ് ഉണ്ട്. 1 അവറിൽ യൂറോയിലെ സെയിം സിനാരിയോ പോലെ തന്നെ. യൂറോയിൽ 4 അവറിലൊരു OB ഉണ്ടായിരുന്നു, 1 അവറിലൊരു OB ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഏരിയയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നിട്ട് ഒരു റിവേഴ്സൽ ഇട്ടിക്കഴിഞ്ഞാൽ എടുക്കാം. ഓക്കെ, ഈ ഒരു ഏരിയ നമ്മൾ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിൽ തന്നെയാണ്. ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് ഈ ഒരു ഹൈ വരെ ട്രേഡ് എടുക്കാം. പക്ഷെ ഞാൻ ഫോക്കസ് ചെയ്യുക യൂറോ USDയിലായിരിക്കും. ഇപ്പോൾ GBPയിൽ അത്ര നല്ലൊരു സെറ്റപ്പ് അല്ല ഇത്. യൂറോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര നല്ല സെറ്റപ്പ് അല്ല. പക്ഷേ
എടുക്കണം. ജി ബി പിയിൽ ട്രേഡ് എടുക്കുന്നവരുണ്ടെങ്കിൽ എടുക്കാം. യൂറോയിലാണ് എടുക്കുന്നതെങ്കിൽ യൂറോയിൽ എടുക്കാം. യൂറോയിലാണ് ഞാൻ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുക. ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ യൂറോയിൽ ട്രേഡ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. നമുക്ക് അത്യാവശ്യം മനസ്സിലാവുന്നുണ്ട്. യൂറോയിൽ കുറച്ചുകൂടി ചാർട്ട് കുറച്ചുകൂടി റീഡബിൾ ആണ്. അവിടെ വന്ന് ഞാൻ മാർക്ക് ചെയ്തത്. മാർക്കറ്റ് അങ്ങോട്ട് വരികയാണെങ്കിൽ തിരിച്ച് ഈ ഒരു ഹൈ വരെ നമുക്ക് ട്രേഡ് നോക്കാം. ഗോൾഡ് 1 അവർ നമ്മൾ പറഞ്ഞ ഏരിയ ഈ ഒരു ഏരിയ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് ചെറിയൊരു ബൈ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ വരെ നോക്കാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ ആ ഒരു ഏരിയ വരെ എത്തിയിട്ടില്ല. പിന്നെ ഈ ട്രേഡ് എടുത്തതും ഈ ഏരിയ മാർക്ക് ചെയ്തത് എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ട്രേഡ് ബ്രേക്ക് ഡൗൺ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് കണ്ട ആ ട്രേഡ് എങ്ങനെ എടുത്തതെന്നൊക്കെ കിട്ടും. ഇനി ഈ ഗോൾഡിൻ്റെ നെക്സ്റ്റ് വീക്ക് ഗോൾഡ് എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞുതരാം. എനിക്ക് ഇൻസ്റ്റയിൽ 2 ആൾക്കാർ മെസ്സേജ് അയച്ച സമയത്ത് ഞാൻ അവർക്ക് ഈ ഒരു FEG പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നല്ല ട്രേഡ് കിട്ടിയെന്ന് പറഞ്ഞു. ഓക്കെ, സന്തോഷം. ഇനി 1 അവറിൽ എടുത്ത് നോക്കാം. അവർ പറഞ്ഞു അവർക്ക് ഈ ഒരു OBന്ന് ട്രേഡ് കിട്ടിയെന്ന് പറഞ്ഞു. ഓക്കെ, അതെങ്ങനെ ട്രേഡ് എടുത്തോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ട്രേഡ് എടുത്ത 2 ആളും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക് ഇങ്ങോട്ടാ നോക്കാം. ഈ ഒരു ബ്രേക്ക് ഇതൊരു ബ്രേക്കായിട്ട് ഞാൻ കൂട്ടില്ല, ഇതൊരു സ്വീപ്പായിട്ടേ ഞാൻ കൂട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സ്വീപ്പ് എടുത്ത ശേഷം താഴോട്ട് ഉള്ള ഒരു ഷോർട്ട് എൻട്രിക്കാണ് ചാൻസ്. ഓക്കെ, 1 അവറിൻ്റെ കാര്യമാണ്. താഴോട്ടൊരു ഷോർട്ട് എൻട്രിക്കാണ് ചാൻസ്. പക്ഷേ 4 അവർ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഏരിയാസ് ഉണ്ട് 4 അവറിൽ. വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഈ ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് താഴോട്ട് പോവാം. ഓക്കെ, ആ ഒരു സിനാരിയോ ഉണ്ട്. 1 അവർ എടുത്ത് നോക്കുകയാണെങ്കിൽ. പക്ഷേ ഇത് അൺലൈക്ലി ആണ് കേട്ടോ, ഹൈലി അൺലൈക്ലി ആണ് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് താഴോട്ട് പോകാനുള്ളത്. ഷോർട്ട് ടേം എൻട്രി നോക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാൻ ഞാൻ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യും. കാരണം എന്താ പറയുക, ഇത് ലിക്വിഡിറ്റി സ്വീപ്പ് ആണെങ്കിലും ചിലപ്പം മേലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു 1 അവർ OBയിലേക്കൊക്കെ വന്നിട്ട് തിരിച്ച് മേലോട്ട്, അല്ലെങ്കിൽ ഈ ഒരു 1 അവർ FEGയിലേക്ക് വന്നിട്ട് തിരിച്ച് മേലോട്ട് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മൈൻഡ് കണ്ടുകൊണ്ട് നമുക്ക് ഷോർട്ട് എൻട്രി നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. കുറച്ച് വെയിറ്റ് ചെയ്യാൻ ഉണ്ടാവും കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് എങ്ങാണ്ട് ഗ്യാപ്പ് ഡൗൺ ഒക്കെ ആണെങ്കിൽ വരും കേട്ടോ. ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് തിരിച്ച് നമുക്ക് റിട്രേസ്മെൻറ്റ് കിട്ടും. ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുക്കാം. എന്നിട്ട് ഈ ഒരു ലോ വരെ എൻട്രി എടുക്കാം. ഓക്കെ, ഞാൻ ഈ ഷോർട്ട് എൻട്രി നോക്കുന്നത്, ചില ആൾക്കാർ ഇവിടുന്ന് ബൈ എൻട്രി നോക്കും. കാരണം നമുക്ക് ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി എന്നൊക്കെ വിചാരിച്ചിട്ട് ബൈ എൻട്രി നോക്കും. പക്ഷെ ഞാൻ ഇപ്പം കറൻ്റ്ലി ബൈ എൻട്രി നോക്കാതിരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത്, ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇവിടെ കുറച്ച് ഇംബാലൻസ് ഉണ്ട്, ഇവിടെ ഉണ്ട്. ഈ ഒരു വലിയ വീക്കെൻഡ് ഒരു ഇംബാലൻസ് ആണ്. ഓക്കെ, ഇതൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഈ എടുത്ത സ്ഥലം എന്ന് പറയുന്നത് വലിയൊരു സ്ഥലവും അല്ല, മീൻസ് വലിയൊരു ലിക്വിഡിറ്റി പോയിന്റോ അങ്ങനെ ഒരു ഇതുമല്ല. ഇവിടെ ഒരു ചെറിയൊരു 4 അവർ ഓർഡർ ബ്ലോക്ക് ഉണ്ട്. പക്ഷെ അത് എന്താ പറയുക, അത് കിട്ടിയിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് മിനിമം ഈ ഒരു ഏരിയയെങ്കിലും എത്തേണ്ടിയിരുന്നു, അതും എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഈ ഒരു ഏരിയയിലേക്ക് എത്തണം എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ ഷോർട്ട് എൻട്രീസേ നോക്കുള്ളൂ, ലോങ് ഞാൻ നോക്കില്ല ഗോൾഡിൽ നെക്സ്റ്റ് വീക്ക്. അപ്പം അനാലിസിസ് ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് എങ്ങനെയുള്ളത് നോക്കാം. ഞാൻ വീക്കിലി ട്രേഡ് എടുക്കണ്ടെങ്കിൽ അതിൻ്റെ ട്രേഡ് ബ്രേക്ക് ഡൗൺ കൂടി ഞാൻ യൂട്യൂബിൽ എടുത്തിടുന്നുണ്ടാവും. SL ആണെങ്കിൽ TP ആണെങ്കിലും ഇടുന്നുണ്ടാവും കേട്ടോ. അപ്പം ഓക്കെ.